പിന്നെ ലിവറോളുടെ ഭാഗത്ത് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമലായിട്ടുള്ള ലിവേഴ്സാണ്. എനിക്ക് തോന്നുന്നു നല്ല വിലയുണ്ട്. 10,000-10,000 രൂപയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ലിവറിൻ്റെ വില. അപ്പം മെയിൻ്റനൻസ് അത്യാവശ്യമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ഗിയർ ഒരു 46 കഴിഞ്ഞു. സെക്കൻഡ് ഗിയർ തന്നെ വലിച്ചു കേട്ടോ 74. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു നല്ല വണ്ടി ഓടിച്ചു കേട്ടോ. ഹാർലി ഡേവിഡ്സന്റെ X440T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-200 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള 200 വേണ്ടല്ലേ, ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യമേ തന്നെ 1-2 കാര്യങ്ങൾ പറയാം. ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല. ഹാർലി ഡേവിഡ്സൺ എനിക്ക് 10 പൈസ തന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന മീൻ കറി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് ഇത് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത്ര നേരം ഓടിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എഞ്ചിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ആണെച്ചാലും റിഫൈൻമെന്റ് ആണെച്ചാലും വണ്ടിയുടെ റൈഡിംഗ് ക്വാളിറ്റി ആണെച്ചാലും റൈഡിംഗ് കംഫർട്ട് ആണെച്ചാലും വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള കോൺഫിഡൻസ് ആണെച്ചാലും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വണ്ടി കേട്ടോ. 440Xനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 35,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഏകദേശം 72ഓളം മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാറ്റങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഞെട്ടും പൊളിട്ടൊക്കെയാണ് ഏകദേശം 10-40ഓളം മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ എല്ലാവിധ പോരായ്മകളും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വാങ്ങാൻ പ്ലാനുള്ളവർക്ക് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 440Xനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ, അതായത് മേജർ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും ഞാൻ പറയാം. അതിന് മുമ്പ് ഹെഡ്ലൈറ്റിൽ വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു റൗണ്ട് ഷേപ്പിലുള്ള റെട്രോ ലുക്കിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഡിമ്മിനും ബ്രൈറ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പ്രകാശം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഹാർലിയുടെ ലോഗോട് കൂടിയിട്ടുള്ള കംപ്ലീറ്റ്ലി LED യൂണിറ്റുകളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ടൈൽ ലൈറ്റ് അഞ്ചാലും ഹെഡ്ലൈറ്റ് അഞ്ചാലും എല്ലാ ഭാഗങ്ങളും അത്തരത്തിലാണ്. പിന്നെ USB 4 കാര്യങ്ങളൊക്കെ കാണാം. 100, 70, 18, 140, 70, 17 ഒക്കെയാണ് ഇതിന്റെ വീലിന്റെ സൈസ് എന്ന് പറയുന്നത്. അലോയ് വീൽസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഡയമണ്ട് കട്ടോട് കൂടിയിട്ടുള്ള അലോയ് വീൽസ് എന്ന് പറയാം. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേസിക് ആയിട്ട് പറയണ സ്ലിപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ബ്രേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു വണ്ടിയുടെ സ്പെക് ഷീറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നാട്ടെ എത്രയും ചെറിയ ഡിസ്കാണ് ഇതിൽ കൊടുത്തെന്നുള്ള ഒരു കാര്യം. പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പക്ക കോൺഫിഡൻസ് ആണ് ബ്രേക്കിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുക. ഏകദേശം 192 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഡൊമിനാറിനായിട്ടും 10-12 കിലോ കൂടുതലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇത് ഓടിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഫീലിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. 100 മേലെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഫീലിംഗ്. പിന്നെ ഇതിൽ പുതിയതായിട്ട് സൈഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബോൾട്ടുകൾ, കുറെ ബോൾട്ടുകളൊക്കെ അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു ഷീൽഡ് വന്നിട്ടുണ്ട്. ആ ഷീൽഡ് നിങ്ങൾക്ക് സൈലൻസറിന്റെ ഭാഗങ്ങളിലും കാണാം കേട്ടോ. സൈലൻസർ മാറ്റിയിട്ടൊന്നുമില്ല. ഈ ഒരു സംഭവം അവർ അഡീഷണലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനൊരു കവറിങ്, അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഹാർലി ഡേവിഡ്സണിലെ യൂണീക്കായിട്ട് മിക്ക വണ്ടികളിലും വരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു ടൈ പോലെയാണ് ഈ ഒരു സംഭവം ഇട്ടേക്കണത്. ചെളി കയറിയിട്ട് ആ ഭാഗത്ത് മാത്രം തുരുമ്പ് വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലും മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. പിന്നെ ഫുഡ് ബ്രേക്കിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സസ്പെൻഷനിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ബാക്കിലത്തെ ഒരു ടെയിൽ സെക്ഷൻ ആണ് കേട്ടോ. സ്ട്രീറ്റ് 750 ഒക്കെ പോലെ ആ ഒരു യൂണീക്ക് ഡിസൈനിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. പണ്ടത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു മഡ് ഗാർഡിന്റെ ഉള്ളിൽ ചെറിയൊരു ടയറായിരുന്നു. ആ ഒരു ഫീല് പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളവരിയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു കുഞ്ഞു വണ്ടി പോലെ ഫീൽ ചെയ്യും കേട്ടോ. ബാക്കിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. എൻ്റെ ഒരു ഹൈറ്റ് 5.5 ഒന്നും പ്രശ്നമില്ല. അതിന് മേലെ ഹൈറ്റ് ഉള്ള നല്ല ഉയരം കൂടിയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ചെറിയ നമ്മുടെ TVSന്റെ 160 ഇല്ല RTR അതേപോലെയാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. LED ആണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതും LED ആണ്. ഈ ഒരു ഡിസൈനിലാണ് ആ ഭാഗങ്ങളുടെ ഒക്കെ ക്രമീകരണം. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് നല്ല വിട്ടുണ്ട് കേട്ടോ. ഹൈറ്റ് കൂടിയവർക്കും കുറഞ്ഞവർക്കും ഇരിക്കാം. പക്ഷേ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 50 കിലോമീറ്ററിന് മേലൊക്കെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഡെയിലി ഓടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജെൽ ബാഗോ എയർ ബാഗോ നിങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ ബാക്ക് പെയിൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തിനായിട്ട് ഹാർഡാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമില്ല. ജെൽ ബാഗ് വാങ്ങിച്ചാൽ മതി. ബാക്കിൽ അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റൈൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ സാധനങ്ങൾ വലിച്ചു കെട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതേപോലെ തന്നെ 13.5 ലിറ്റർ തന്നെയാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ പുതിയൊരു ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3D ലോഗോ ആയിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കറാണ് കേട്ടോ. ഇതേപോലെ തന്നെ 4 കളർ വേരിയന്റുകളിലായിട്ട് വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. പേൾ റെഡ്, പേൾ വൈറ്റ്, അതേപോലെ തന്നെ പേൾ ബ്ലൂ, പിന്നെ ഒരു വിവിഡ് ബ്ലാക്ക്. നിലവിൽ 3 വേരിയന്റുകളിലായിട്ട്, അതായത് ബേസ് മോഡൽ എന്ന് പറയുന്നത് 440 വിവിഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മിഡ് വേരിയന്റ് 440 S ടോപ്പ് വേരിയന്റ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോപ്പ് വേരിയന്റിലാണ് ട്രാക്ഷൻ കൺട്രോൾ, റൈഡിംഗ് മോഡുകൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ മീറ്ററിൽ മാറ്റങ്ങളൊന്നുമില്ല. 3.5ന്റെ ആ ഒരു TFT ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം 10-80ഓളം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് അല്ല, ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു കുഞ്ഞൻ മീറ്ററിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ വേറെ മാറ്റങ്ങളൊന്നും ശരിക്കും വന്നിട്ടില്ല. പിന്നെ സ്വിച്ചസ് എടുത്ത് നോക്കുന്ന സമയത്ത്
എഞ്ചിൻ കിൽ സ്വിച്ച്, ഹസാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇതിന്റെ ടൈൽ സെക്ഷനിൽ വേറൊരു സംഭവം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ഹസാർഡ് തന്നെ കത്തും. ബാക്കിലുള്ള ആൾക്കാർക്ക് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇടിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. സംഭവം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്, ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. അതൊക്കെ സ്വിച്ചബിൾ ആണ് കേട്ടോ. ബാക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ട്രാക്ഷൻ അതേപോലെ ബാക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അത്തരത്തിലുള്ള എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ അപ്പം മുട്ടണ്ട. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 35,000 രൂപ വില വർധന എന്ന് പറയുന്ന സമയത്ത് 3,85,000 90,000 റേഞ്ചിലേക്ക് ഈ ഒരു വണ്ടിയുടെ വില മാറിയിട്ടുണ്ട് കേട്ടോ. നിലവിലിപ്പോൾ ഈ ഒരു വണ്ടി കോമ്പറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രാംബ്ലർ 400 ഉണ്ട്, അതേപോലെ തന്നെ സ്പീഡ് 400 ഉണ്ട്, ഡൊമിനാർ 400 ഉണ്ട്. പക്ഷേ ഈ ഒരു മുതൽ ഒരു യൂണിക്കാണ് കേട്ടോ. ആ വണ്ടികളൊന്നും വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാണുന്ന സമയത്ത് ഒരു കുഞ്ഞ വണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മറ്റേ പുലി പതുങ്ങിയിരിക്കാന്ന് പറയില്ല, ആ ഒരു തരത്തിലാണ്. നമുക്ക് ഫാമിലിയുടെ കൂടെ ഒരു ജെന്റിൽമാന്റെ പോലെ ഈ ഒരു വണ്ടീനെ കൊണ്ടുനടക്കാം. ഇപ്പൊ നിങ്ങൾ ഹൈവേയിലൊക്കെ കയറിയിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിലും കൊണ്ടുനടക്കാം. ഇതിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറുകൾ നിങ്ങളിത് ഓടിക്കുന്ന സമയത്ത് തേർഡ് ഗിയറിൽ ഈ ഒരു വണ്ടി എത്രത്തോളം വലിപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ഏകദേശം 100 മേലേക്കാണ് ഞാൻ വളരെ ഈസി ആയിട്ട് 4ാമത്തെ ഗിയറിലൊക്കെ ഈ ഒരു വണ്ടി ഓടിച്ചു പറഞ്ഞത്. അത് നിൽക്കണില്ല, നമ്മളങ്ങോട്ട് വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇനി ഇതിനൊന്ന് ശാന്തനാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ഗിയർ നിങ്ങൾ ഉണ്ടായിട്ട് വരും. നിങ്ങൾക്ക് മാക്സിമം വലിപ്പിക്കണമെങ്കിൽ വലിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള 6 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സ്പെക്കിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇത്രയ്ക്കാണ് ശരിക്കും ഡിസൈനിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മിറർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ബാറിന്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാ ഒരു യൂസ്ഫുൾ അല്ല കേട്ടോ. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് എനിക്ക് ബാക്കിലത്തെ ഒരു കാഴ്ചയും മറവിനും വില കാണാനായിട്ട് പറ്റുന്നില്ല. കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ മിറർ തന്നെയായിരുന്നു ബെറ്റർ. പിന്നെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എക്സിലേറ്റർ കേബിൾ ഇങ്ങനെ നിന്നുറന്നില്ല, അത് അവർ ഒഴിവാക്കിയിട്ട് റൈഡ് ബൈ വയർ ടെക്നോളജി ആക്കിയിട്ടുണ്ട്. നോർമലി നമുക്ക് 2 റൈഡിംഗ് മോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡ് ബൈ വയറും ട്രാക്ഷൻ കൺട്രോളും ഇല്ലാണ്ട് വെറുതെ വാരിക്കോരി റൈഡിംഗ് മോഡുകൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പർപ്പസ്ഫുള്ളി നോക്കുന്ന സമയത്ത് യൂസ്ഫുൾ അല്ല. പക്ഷെ ഇതിലിപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മഴക്കാലത്ത് നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് വരും. നമ്മൾ സഡൻ ആയിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്ക് വീലിലേക്കുള്ള കണക്ഷൻ ഇത് മുഖാന്തരം ഫ്യൂൽ പമ്പ് മുഖാന്തരം കുറച്ച് പവർ കുറച്ചിട്ടാണ് ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ മാനേജ് ചെയ്യണത്. അപ്പോൾ അതെന്തായാലും ഈ ഒരു വണ്ടിയിൽ പെർഫെക്റ്റ് ആണ്. ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഗ്രിപ്പിന്റെ ഭാഗങ്ങളിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിന് ഇത് എത്രത്തോളം പർപ്പസ്ഫുള്ളി യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എഞ്ചിൻ സ്പെക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് 4000 RPM-ലേക്കാണ് കേട്ടോ ഇതിന്റെ മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള 38 Nm ടോർക്കൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെ 6000 RPM-ൽ ഏകദേശം 28 bhp പവറും കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുക ശേഷിയുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കേട്ടോ. അത് നിങ്ങൾ ഇത് ഓടിച്ചു നോക്കുമ്പോഴാണ് ഇത് ഏത് വണ്ടിയുടെ എഞ്ചിനായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. എങ്ങനെയാണോ ഇവർ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ പല സ്ഥലങ്ങളിലൂടെ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ടോ. എന്നിട്ടും ഈ വണ്ടിക്ക് കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ എക്സസ് പൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് ശരിക്കും പോയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എക്സോസ് നോട്ടും അടിപൊളിയാണ് കേട്ടോ. എഞ്ചിൻ സ്പെക്കിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 1, 2, 3, 4 ഗിയറുകളൊക്കെ വേറെ ലെവലാണ്. 5, 6 ഗിയറുകൾ നിങ്ങൾക്ക് ഹൈവേയിൽ യൂസ് ചെയ്യാം. 4, 5 ഗിയറുകൾ മതി നമുക്ക് ലോക്കൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം ആണെന്നുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ നമ്മുടെ റോഡുകൾക്ക് പറ്റിയ ഒരു തരത്തിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സിറ്റി കൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഏതിലും വേണമെങ്കിൽ കൊണ്ടെടുക്കാന്നൊക്കെ പറയില്ലേ, അത്തരത്തിലാണ് ഇതിന്റെ ഒരു ഭാഗങ്ങൾ. MRF ആണ് സ്റ്റോക്ക് ടയർ എന്ന് പറയുന്നത്. കുഴപ്പമില്ല എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെ 192 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഈ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ടാങ്ക് കപ്പാസിറ്റി 13.5 ലിറ്റർ, മൈലേജ് 35 കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ മാത്രം തന്നെയാണ് അറിയാൻ പറ്റുക. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഒക്കെ ആയപ്പോൾ മൈലേജ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ സൗണ്ട് നമുക്ക് ഒരുപാട് സമയമില്ലാട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. ഇതാണ് വണ്ടിയുടെ സൗണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് റൈഡിങ്ങിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ഓടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ, പക്ഷേ മാക്സിമം RPM-ലൊക്കെ പൊട്ടിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റില്ലേ. അതായത് കട്ട് ചെയ്ത് വിടുന്നതിനനുസരിച്ച് എൻ്റെ സൗണ്ടിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു TFT ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിലില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. മ്യൂസിക്, മെസ്സേജ്, കോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യാം. അതിന് പുറമെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ഇതാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. പിന്നെ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഇവിടെയാണ് ഫ്യൂൽ ഗേജ് കാണിക്കുക. ABS, സൈഡ് സ്റ്റാൻഡ്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ എഞ്ചിൻ, ഒരുപാട് വാണിംഗ് ലാമ്പുകളൊക്കെ ഈ ഒരു സൈഡുകളിലൊക്കെ ആയിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മീറ്റർ. ഞാൻ ഈ മീറ്റർ റൗണ്ട് ഷേപ്പിൽ ഒത്തിരി കൂടെ വലുതാക്കിയിട്ടായിരിക്കും വരാമെന്ന്, പക്ഷേ ആ ഭാഗങ്ങളിൽ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടാ. ഇതിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആക്കാം, ഓൺ ആക്കാം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആരെങ്കിലൊക്കെ മോഷ്ടിച്ചെന്ന് വിചാരിക്കുക, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വണ്ടി അൺലോക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കാണാം. C ടൈപ്പ് ഒന്നല്ല കേട്ടോ, പഴയ USB പോർട്ടാണ്. പിന്നെ ലിവറോളുടെ ഭാഗത്ത് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നോർമലായിട്ടുള്ള ലിവേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു നല്ല വിലയുണ്ട്, 10,000 10,000 രൂപയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ലിവറിന്റെ വില.
വില. അപ്പോൾ മെയിൻ്റനൻസ് അത്യാവശ്യമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വാങ്ങാനായിട്ട് മുമ്പ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. 2.5 ലിറ്റർ ഓയിലിന്റെ കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പോൾ എത്ര സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. പിന്നെ അലുമിനിയം സിംഗാം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള സിംഗാം കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ റെഡ് കളർ വണ്ടിയൊക്കെ ഒരു അട്ടാർ ലുക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് ശരിക്കും ഇപ്രാവശ്യം ഹാർലിയുടെ മോഡൽസ് വന്നിട്ടുള്ളത്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റ് കളറിലായിരുന്നേ. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കാല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഗായ്സ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു പുലർച്ച റൈഡ്, അതും ഗോവയില്. ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. നമ്മൾ ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടോർക്ക് ആയിട്ടുള്ള, അതായത് ഒരു സ്പോർട്സ് ബൈക്കിന്റെ ഒരു ഫീല് നമുക്ക് ഒരിക്കലും മൈൻഡിലേക്ക് വരില്ല. പക്ഷെ ഈ ഒരു വണ്ടി വേറൊരു ടൈപ്പ് വണ്ടി കേട്ടോ. നമുക്കിപ്പോ 440X ഒക്കെ ഓടിച്ചവർക്ക് അറിയാം. ആ ഒരു വണ്ടിയിൽ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 70ഓളം മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു വേറെ ലെവൽ ഐറ്റം തന്നെയാണ് കേട്ടോ. വണ്ടിയുടെ സൗണ്ടും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പറയണ പൊസിഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നല്ല, വണ്ടി ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഏറ്റവും പുതിയ ഒരു എഞ്ചിൻ ട്യൂണിംഗ് ആണെന്ന് തോന്നുന്നു ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്റെ കൂടെ ഒരുപാട് റൈഡേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനായിരുന്നു ഏറ്റവും ബാക്കില്. ഇപ്പൊ എന്റെ ബാക്കിൽ ആരാണോ ഞാൻ ഏറ്റവും മുമ്പിൽ കയറി വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60-70 പിടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി ശരിക്കും ഓടിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അത്ര രസമാണ് ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങള് പല റോട്ടിൽ കൂടെ ഓടിച്ചു കേട്ടോ. ഹൈവേ കൂടെ ഓടിച്ചു, അതേപോലെ തന്നെ കുറച്ച് ഓഫ് റോഡ് പോലത്തെ സ്ഥലങ്ങളിൽ കൂടെ ഓടിച്ചു. ഈ ഒരു റോഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കുന്നിന്റെ മുകളിലേക്ക് വരെ നമ്മളെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ആ കൂടെ എനിക്ക് തോന്നിയൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90-ന് മേലേക്ക് പോകുമ്പോൾ ബാക്ക് വീല് പാടുണ്ടോന്ന് ചെറിയൊരു ഡൗട്ട്. ബാക്കി അതിന് താഴേക്കൊക്കെ പക്ക കംഫർട്ടാണ്. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ക്ലച്ച് ഒന്നും ഒരുപാട് ടൈറ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ ഏറ്റവും പുതിയ മോഡല് ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ട്രാക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ നമുക്ക് റെയിനി ആയിട്ടുള്ള റോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ സ്ലിപ്പർ ആയിട്ടുള്ള റോട്ടിൽ കൂടെ ഒക്കെ കോൺഫിഡൻസിൽ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. ഭയങ്കര എന്താ പറയാ, ഒട്ടും ടൈറ്റും അല്ല ഒട്ടും ഹാർഡും അല്ല. ഒരു മിഡ് റേഞ്ചിൽ നിൽക്കണ നല്ല അടിപൊളി ഗിയർ ബോക്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു തരത്തിലാണ് ഫീൽ ചെയ്യണത്. പേൾ റെഡ് ഉണ്ട്, അതേപോലെ തന്നെ വിവിഡ് ബ്ലാക്ക് ഉണ്ട്, പേൾ ബ്ലൂ ഉണ്ട്. ആ കളറോളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് റെഡ് ഇതേ പോണു ബ്ലാക്ക്. ഇത് നമ്മുടെ വണ്ടിയല്ലോ, കൊള്ളാം. പിന്നെ വണ്ടി നല്ല ലൗഡായിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഇവർ ഇതിന്റെ എക്സസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത്. നല്ല രസം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിലെ ഏറ്റവും ലൗഡായിട്ടുള്ള, അതായത് നമ്മുടെ ഡൊമിനാറിനൊക്കെ 2 എക്സസ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ടല്ലോ, അതിനെക്കാട്ടും ലൗഡാണ് ഈ ഒരു സിംഗിൾ എക്സസ്റ്റ്. എന്റെ മോനെ നല്ല രസം കേട്ടോ. ഒരു ബുള്ളറ്റിന്റെ ഫീൽ ഇതൊന്നല്ല ഞാൻ പറയണത്. എന്നാച്ചാലും നല്ല ലൗഡായിട്ടുള്ള ഒരു എക്സസ്റ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്കിങ്ങും നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തന്നെ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല. ആൾക്കാർ നോക്കണണ്ടില്ലേ, നമുക്ക് അങ്ങനത്തെ ചെറിയ കോർണർ അല്ലെങ്കിൽ ചെറിയ വളവുകളൊക്കെ വളരെ ഈസി ആയിട്ട് എടുത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ അടുത്ത് പോയിട്ട് കാണിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു തരത്തില്. പക്ഷെ ഇപ്രാവശ്യം മോണോഷോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഹമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റ് കൊടുക്കാം. പക്ഷെ ഒട്ടും തന്നെ അത് നമ്മുടെ ഇരിക്കണ ഭാഗത്തേക്ക് എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ. മറ്റേ ചാട്ടം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. വണ്ടി എന്തായാലും പൊളിച്ചു. ഇത്തിരിയും കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ടയർ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു ബൾക്കി ഫീല് തോന്നിയിരുന്നു നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ പോലെ. എന്തായാലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഓടിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നിങ്ങളും ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. എനിക്ക് ആദ്യം ഈ വണ്ടീനെ വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഓടിക്കല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹീറോന്റെ ഷോറൂമിൽ പോയിട്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരെണ്ണം വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും ഇവരുടെ പ്രൈസിങ് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ നിലവില് 3,60,000 രൂപയാണ് ഈ വണ്ടിയുടെ. ഈ വണ്ടിയുടെ അല്ല എക്സിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ 15,000 രൂപ കുറഞ്ഞിട്ട് 3,48,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. ആ വണ്ടീനെക്കാട്ട് ഏകദേശം ഒരു 35,000 രൂപയുടെ വില വർധനവ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം 4 ലക്ഷത്തിന്റെ അടുത്താണ് പുതിയ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരാൻ സാധ്യത. ഈ വണ്ടിയുള്ള ഷോറൂം പ്രൈസ് എന്തായാലും ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്. 3 വേരിയന്റുകൾ ഞാൻ പറഞ്ഞല്ലോ, വിവിഡ് അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞുള്ള വേരിയന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ ബെറ്റർ ടോപ്പ് വേരിയന്റ് എടുക്കായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്പെക്കിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് വേരിയന്റിലാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് റിമോട്ട് പരമായിട്ട് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടിയുടെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ എന്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, എന്റെ വീട്ടിലിരുന്നിട്ട് ആരെങ്കിലും കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഈ ഒരു മീറ്റർ കൺസോളിന്റെ ഭാഗത്ത് ഞാനൊരു മാറ്റം പ്രതീക്ഷിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-35,000 രൂപ കൂട്ടാണല്ലോ. അപ്പൊ നല്ലൊരു TFT ഡിസ്പ്ലേ നല്ലൊരു ഷേപ്പില് നല്ലൊരു ഭംഗിയിൽ വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും TFT ഡിസ്പ്ലേ തന്നെയാണ്. മീറ്ററിന്റെ ഭാഗങ്ങൾ അധികം ചേഞ്ചസ്
ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രീമിയം ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ല സൗണ്ടും അതേപോലെ തന്നെ റിഫൈൻമെന്റും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസിന് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടി തപ്പി നടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 3.5 ലക്ഷം രൂപയുടെ മേലെയാണ് മസ്റ്റ് ആയിട്ട് ഈ ഒരു വണ്ടി കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോ കേട്ടോ. റെട്രോ ക്ലാസിക്കൽ ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു റൈറ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി സിറ്റി കൂടെ ഓടിക്കുന്ന സമയത്ത് ടോപ്പ് ഗിയറിൽ എത്ര സ്പീഡിലും കൂടെ ഓടിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം നോക്കട്ടോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗിയറിലാണ് ശരിക്കും കിടക്കുന്നത്. ഈ ഒരു മീറ്റർ കൺസോളിൽ ഞാൻ പറഞ്ഞില്ലേ ഇതല്ലാട്ടോ, നിങ്ങൾ ഈ കാണുന്നതല്ല, ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോ എന്ത് രസമുള്ള അതിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അത് എത്രത്തോളം കേൾക്കാണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല രസമാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പ് റൈഡ് ഒക്കെ ആയിട്ട് പോണ സമയത്ത് എനിക്ക് എന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം, പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കാം, നല്ലൊരു മ്യൂസിക് പോലത്തെ സൗണ്ട്. ഞാൻ എന്തായാലും ഇതിന്റെ ടോപ്പ് ഗിയറിൽ എത്ര കുറവ് സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ 6ാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 40ലൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് 6th ഗിയറിൽ ഒരു 50 സ്പീഡെങ്കിലും പിടിക്കേണ്ടി വരും കേട്ടോ. ഒരുപാട് താഴേക്ക് നിങ്ങൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഗിയർ ഡൗൺ ചെയ്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ മിററും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ, വലിയ ഉപകാരമൊന്നുമില്ല. നീ ഇതിന്റെ പവർ ചോദിക്കാൻ വെച്ചാൽ 4ാമത്തെ ഗിയറിൽ 90-92. പക്ഷെ ഈ 90-ന് മേലെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്റെ ഹാൻഡിലൊക്കെ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാ. അതായത് ഹൈവേയിലാണ് ഞാൻ പോണത്. എനിക്ക് ഒട്ടും തന്നെ വീലിന്റെ ഭാഗത്തുനിന്നുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ എയർ പിടിക്കണമെന്ന് വെക്കാൻ വെച്ചാൽ ചെറുതായിട്ട് എയറിന്റെ ഒരു ഫീലിംഗ് എനിക്ക് മേത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് വണ്ടി പാളി പോണ പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഡൊമിനാറിന്റെ അത്രയൊന്നും സ്റ്റെബിലിറ്റി ഈ ഒരു വണ്ടിക്ക് ഇല്ല കേട്ടോ ഹൈവേയില്. പിന്നെ ഇതിന്റെ ഒരു ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 75-80 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ. അത് വേറെ ആരെങ്കിലും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാട്ടോ. ലാസ്റ്റ് നിങ്ങൾ ഇത് ടൂറിങ്ങിന് വേണ്ടി എടുത്തിട്ട് ഹൈവേയിൽ വരുമ്പോഴും കാറ്റത്തും മറ്റേ പട്ടം പോലെ പറന്നു പോവാ. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ നല്ല ട്രാഫിക് ഉള്ള ഒരു ഏരിയ കൂടിയായിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 10-15 സമയത്ത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടും എന്റെ കാലിന്റെ ഭാഗത്തേക്ക് ഒന്നും ഹീറ്റ് അടിക്കുന്നില്ല. ഞാൻ സാധാ ഷൂവും പാൻറ്റൊക്കെയാണ് ശരിക്കും ഇട്ടിട്ടുള്ളത്. ഞാൻ ഹീറ്റിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ബൂട്ടും റൈഡിങ് പാൻറ്റും ഒന്നും ഇടാണ്ടിരുന്നത്. ഒട്ടും തന്നെ ഹീറ്റിംഗ് ഫീൽ ആവണില്ല കേട്ടോ. അതെങ്ങനെയാണോ, ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, പക്ഷെ അവരുടെ ഹീറ്റ് മാനേജ്മെന്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ എക്സോസ്റ്റ് പൈപ്പ് നല്ല നീളമുണ്ടല്ലോ, അപ്പൊ അത് ഫുള്ളായിട്ട് ചൂടാവാൻ സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഈ പുതിയ ഷീൽഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഒരു സിറ്റി യൂസിന് ഈ ഒരു വണ്ടി വലിയ കാര്യമായിട്ട് ഹീറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. എന്തായാലും കൊള്ളാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ ഹീറ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒട്ടും തന്നെ വണ്ടിയുടെ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാനില്ല. ഫസ്റ്റ് ഗിയർ ഒരു 46 കഴിഞ്ഞു. സെക്കൻഡ് ഗിയർ തന്നെ വലിച്ചു കേട്ടോ 74. തേർഡ് ഗിയർ എന്റെ പൊന്നെ, തേർഡ് ഗിയറിലെ വണ്ടി 90-95 എത്തുട്ടോ. വണ്ടി ഭയങ്കര പവർഫുൾ ആണ്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സ്റ്റെബിലിറ്റി വണ്ടിക്കില്ല. ഇനിയുണ്ട് 4th ഗിയർ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറുകൾ ഭയങ്കര ക്യുക്കാണ് കേട്ടോ. ക്യുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് വലിച്ചെടുത്ത് കൊണ്ടുപോകണ പോലത്തെ ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളാണ് പൈസ കൊടുത്ത് വണ്ടി വാങ്ങണ ആള്. അപ്പൊ മസ്റ്റ് ആയിട്ട് എന്റെ വീഡിയോ കണ്ടതിന്റെ പേരിൽ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നില്ല, ഫസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. പ്രൈസ് മാത്രമാണ് എനിക്ക് ഇത്തിരി ഓവർ പ്രൈസിങ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു ഹാർലി ഡേവിഡ്സൺ അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ഒരു പ്രീമിയം ബ്രാൻഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്രാൻഡ് വാല്യൂ വണ്ടിക്ക് ഉണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. എന്തായാലും അടുത്ത വീഡിയോയിലാണ് കേട്ടോ. ബൈ.